അവിടെ കിടക്ക്. ബോധം തെളിയുമ്പോ നീ മരിക്കോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പൊന്നപ്പാ നീ വണ്ടി ഇടറാ. അണ്ണാ എന്താടാ ഇവള് പോരേണ്ണ അണ്ണന്. എനിക്കാ എന്തിന്? അണ്ണന്റെ നാടകത്തിലേക്ക് ഇവള് പോരേന്ന്. ഇവളാ ഈ ചാകാൻ നടക്കുന്നവളാ. ചാവാൻ നടക്കുന്ന ചിലപ്പോ ഗതികേട് ഉണ്ടായിരിക്കും. ജീവിക്കാൻ ഒരു മാർഗം കിട്ടുന്നുണ്ട് ചിലപ്പോ സമ്മതിച്ചെങ്കിലോ. എന്തായാലും അണ്ണൻ വിചാരിക്കണ പോലെ നടിയെ കിട്ടാൻ പോണില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ. ഒത്താൽ അണ്ണനൊരു നടി, അവക്കൊരു ജീവിതവും. അണ്ണാ പാവണ്ണ, അവക്കൊരു ജീവിതം കൊടുക്കണ. ഒരു കൈ നോക്കല്ലേടേ. ആ അണ്ണ എന്നാ വാ പൊക്കാം. നീ കാല് പിടിക്കോ. നല്ല തറവാട്ടി പറഞ്ഞ പെണ്ണാണെന്ന. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതിന് വെയിറ്റ് കണ്ടാലോ. അപ്പൊ നിന്റെ വെയിറ്റ് അനുസരിച്ച് നിനക്ക് തറവാടേ കാണത്തില്ലല്ലേ. ഒന്ന് പോടാ. അണ്ണാ എന്താടാ പിന്നെയും കണ്ണ? അയാൾ എവിടെയെന്നാ? ഏയാള് ഗർവാസീസാശൻ. ശരിയാണല്ലോ. അയാളെവിടെ? ഈ ബഹളത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാവോ? പോട്ട്. ഏതായാലും നന്നായി. നീ വണ്ടി വിട്. മത്തായി ചേട്ടാ, മത്തായി ചേട്ടാ, ബാലകൃഷ്ണ. മത്തായി ചേട്ടാ, ബാലകൃഷ്ണ ദേ വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നടിയും കൊണ്ട് വരുന്നുണ്ട്. എന്തെണ്ണ നിന്നെ ആര് വിളിച്ചടേ? ശല്യം. നീ പെട്ടിക്കൊണ്ടാകത്ത് പോയി. മീര വരൂ. എന്നെ പറ്റി പ്രത്യേകിച്ച് പറ. അതോട്ട് കയറിക്കൊള്ളു. ഇതാണ് എന്റെ മുറി. തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട്, കിണറും അതിനടുത്ത് തന്നെ ഉണ്ട്. റെസ്റ്റ് എടുത്തോളൂ, റെസ്റ്റ് എടുത്തോളൂ.